നമ്മൾ ഒരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത്. സൂര്യൻ്റെ ഉദയവും അസ്തമയവും പോലെ നമ്മളും പ്രവർത്തിക്കുക. ശാന്തമായി തുടങ്ങി തീക്ഷ്ണമായി അവസാനിച്ചാൽ നമ്മുടെ ഏതൊരു പ്രവൃത്തിയും മനോഹരമായിരിക്കും. ലോകത്ത് എന്തുതന്നെ വിലപ്പെട്ടതാണെങ്കിലും ഉറക്കം, സമാധാനം, സന്തോഷം എന്നിവയേക്കാൾ വലുതായി ഒന്നുമില്ല. നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും. എന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ അതൊരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാവുകയുമില്ല. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠമാണ്. ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു. ഒരു ബന്ധത്തിനായി ഒരിക്കലും യാചിക്കരുത്. നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവരെ നിരസിക്കാനും ധൈര്യപ്പെടുക. പരാജയത്തിൻ്റെ വേദന താൽക്കാലികം മാത്രമാണ്. എന്നാൽ ഭയന്ന് നഷ്ടപ്പെടുത്തുന്നത് ജീവിതമായിരിക്കും. വാക്കുകൾക്ക് മുള്ളിനേക്കാൾ മൂർച്ചയുണ്ട്. മുള്ളുകൊണ്ട് ഉണ്ടാകുന്ന മുറിവ് ദിവസങ്ങൾക്കുള്ളിൽ ഉണങ്ങുന്നു. പക്ഷേ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കപ്പെടുന്നു. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്. ആകാശത്തിലെ മേഘങ്ങൾ പോലെ ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുമില്ല. എത്തിപ്പെടാത്ത ദൂരത്ത് നിന്ന് അത് മാഞ്ഞു പോവുകയും ചെയ്യും. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമുക്കുള്ളതിൽ തൃപ്തിപ്പെടുവാനും സന്തോഷിക്കുവാനും ശീലിക്കുക. നമുക്ക് കുറവുകൾ ഒന്നുമില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഈ ലോകത്തെ നമുക്ക് സന്തോഷത്തോടെയും വിശാലമായും നോക്കിക്കാണാൻ കഴിയും. വീഴുമെന്ന് പേടിപ്പെടുത്തുന്നവരെയല്ല, കൈ പിടിക്കാമെന്ന് ധൈര്യം തരുന്നവരെ കൂടെ നിർത്തുക. പ്രതീക്ഷകളാണ് മനുഷ്യനെ നിലനിർത്തുന്നതെങ്കിലും വിശ്വാസമാണ് അത് നേടിത്തരുന്നത്. ബന്ധങ്ങൾ രക്തബന്ധങ്ങളിൽ മാത്രമല്ല, സൗഹൃദങ്ങളിലും നിലനിൽക്കുന്നു. ഏതൊരു ബന്ധങ്ങളുടെയും നിലനിൽപ്പ് പരസ്പര സംഭാഷണത്തിൽ തന്നെയാണ്. എവിടെ സംഭാഷണം കുറയുന്നുവോ അവിടെ ബന്ധങ്ങളിൽ അകൽച്ച അനുഭവപ്പെടുന്നു. സമയം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാവർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആരെയും ശ്രദ്ധിക്കാതെയും മറ്റൊന്നും നോക്കാതെയും ചെയ്യാനും ആസ്വദിക്കാനും കഴിയുമെങ്കിൽ അതുമാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയം കളയരുത്. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. പ്രായമെന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഓരോ കാൽവെപ്പുകൾ ആയി തീരണം. ശരിയായത് എല്ലായ്പ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്നതാകട്ടെ എല്ലാം ശരിയുമല്ല. നമ്മൾ ദുർബലനാണെന്ന് പറയാൻ അവർക്കും തെളിയിക്കാൻ നമുക്കും അവകാശമുണ്ട്. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ മനഃശക്തിയുടെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കാൻ നല്ല മനഃശക്തി വേണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. ചെറിയ ചെറിയ നേട്ടങ്ങളിൽ പോലും നമ്മെ സ്വയം പ്രശംസിക്കാൻ തുടങ്ങുക. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും.